ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ, വളരെ ആനന്ദത്തോടുകൂടെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ്. ഒത്തിരി സന്തോഷത്തോടെയാണ് ദൈവവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ ഓരോരുത്തരും നൽകിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രാർത്ഥനയ്ക്കും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദിയുണ്ട്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പ്രവാചകനെ ദൈവത്തിന്റെ ആത്മാവ് ജീവനദിയിലൂടെ വ്യത്യസ്തമായ അളവിൽ ഇങ്ങനെ വഴി നടത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ സ്തുതി ആരാധന നിമിഷങ്ങളിൽ ആരെല്ലാം പരിശുദ്ധാത്മ നിറവിന് വേണ്ടി, പരിശുദ്ധാത്മ സാന്നിധ്യത്തിന് വേണ്ടി, പരിശുദ്ധാത്മ ശക്തിക്കും അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുവോ, അപ്രകാരമുള്ള ജീവിതങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് വ്യത്യസ്തമായ അഭിഷേക തലങ്ങളിലൂടെ ഈ സമയം നയിക്കുവാനായിട്ട് പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനാ ആവലോടെ ഞാനും കാത്തിരുന്നപ്പോ ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി. ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവാകുന്ന ഈ ആത്മനദിയിൽ മുങ്ങിക്കുളിക്കുവാൻ? എത്ര പേർ ആഗ്രഹിക്കുന്നു? അവർ വിശ്വസിച്ച് പ്രാർത്ഥിക്കേ. ഇതാ ദൈവപിതാവ് പരിശുദ്ധാത്മാവിന്റെ പുത്രൻ അഭിഷേകത്തിന്റെ പകർച്ചയാൽ നമ്മൾ ഓരോരുത്തരും നിറയ്ക്കുകയാണ്. ഹല്ലേലൂയ. വളരെ ആനന്ദത്തോടെ കരമടിച്ച് പാടി സ്തുതിക്കുക. എല്ലാം മറന്ന് ആരാധിക്കട്ടെ. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി അവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ പാടാം. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനായി എല്ലാവരും അവലോടെ ഞാനും കാത്തിരുന്നപ്പോൾ ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി. ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി. ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഈ ആത്മനദി നമ്മിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ തലമുറകളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ എല്ലാ ദൈവമക്കളും പാടി സ്തുതിക്കട്ടെ. ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോൾ ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി. ആത്മനദി എന്റെ പാദങ്ങൾ നനച്ചപ്പോ ആനന്ദത്താൽ എന്റെ ഉള്ളം തുളുമ്പിപ്പോയി. പുതിയൊരു ശക്തി എന്നിലേക്ക് നാഥൻ അനുനിമിഷം പകർന്നു തുടങ്ങി. പുതിയൊരു ശക്തി എന്നിലേക്ക് അനുനിമിഷം പകർന്നു തുടങ്ങി. ആത്മനദി എന്നിലേക്ക് ഒഴുക്കുവാനാ അവലോടെ ഞാനും കാത്തിരുന്ന്. ചേർന്ന് പാടിക്കെല്ലാവരും. ആത്മനദി പകരുക, അഭിഷേകം പകരുക. കാത്തിരുന്നപ്പോ ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി. ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. ഈ ആത്മനദിയിൽ നമ്മൾ ആവോളം നിറയപ്പെടുവാൻ വേണ്ടി ഇരു കരങ്ങളും കർത്താവിനെ തിരുമുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് മനം തുറന്ന് ആദരം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വർഗത്തിലെ പിതാവേ, ജനകോടികളിലേക്ക് അഭിഷേകം പകരണമേ. അനേക ആയിരങ്ങളിലേക്ക് അഭിഷേകം പകരണമേ. അനേകായിരം കുടുംബങ്ങളിലേക്ക് അഭിഷേകം പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ അഭിഷേകത്തിന്റെ കരങ്ങൾ നീട്ടണമേ. അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ വലിയ രോഗശാന്തികള്, അടയാളങ്ങള്, അത്ഭുതങ്ങള് ഈ സമയം സംഭവിക്കുവാൻ കർത്താവേ അവിടുത്തെ അത്ഭുതത്തിന്റെ കൃപ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളുമേ
നാളുകളായി പരിശുദ്ധാത്മ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടും അഭിഷേകം പ്രാപിക്കാൻ കഴിയാതെ വേദനിച്ചിരിക്കുന്ന മക്കളുടെ മേൽ ഈ സമയം അഭിഷേകം ഒഴുകട്ടെ, അഭിഷേകം നിറയട്ടെ, കൃപാവരങ്ങൾ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ കരമുയർത്തി സ്വരമുയർത്തി ആത്മാവിനെ വിളിക്കേ. പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക. ഈ ശുശ്രൂഷകളിലേക്ക് വരിക, ഞങ്ങളിൽ ഓരോരുത്തരിലേക്ക് വരിക, എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്ക് വരിക, ഓരോ കുടുംബങ്ങളിലേക്ക് വരിക. ഹല്ലേലൂയ. വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ, വരിക പരിശുദ്ധാത്മാവേ. Come, come, come Holy Spirit, come Holy Spirit. ഓരോ മക്കളെയും ദൈവരാജ്യത്തിനാൽ യേശുക്രിസ്തുവിനാൽ തിരുസഭയ്ക്കായി അഭിഷേകം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മനാഥൻ എന്നോട് തൻ കരുണ കാട്ടി, ആത്മനദി എന്നിലേക്ക് അവനൊഴുക്കി. പരിശുദ്ധ അമ്മേ മാതാവേ, വിശുദ്ധ ഔസേപ്പിതാവേ, സകല വിശുദ്ധരെ, പ്രവാചകരെ, ഈ ആത്മനദിയിൽ ഞങ്ങൾ മുങ്ങിക്കുളിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദൈവവചനത്തിലൂടെ ഇന്നേ ദിവസം പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുവാനായി പോകുന്നത് പൗലോസ്ലീഹ എഫെസസ്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 18-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. നിങ്ങൾ അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന വളരെ വലിയ ഒരു അത്ഭുതത്തെ കുറിച്ചാണ് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിക്കുവാനായി പോകുന്നത്. കർത്താവായ യേശുവിന്റെ ജീവിതത്തിലോട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, യേശുവിന്റെ ജീവിതം മുഴുവൻ പ്രാർത്ഥനയുടെ ജീവിതമായിരുന്നു. പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണേ? പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്ന വളരെ വലിയൊരു അത്ഭുതമാണ്, അത് ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നു. ഇന്ന് അനേകം സ്ഥലങ്ങളിൽ ശുശ്രൂഷകൾക്കായി കടന്നു ചെല്ലുമ്പോൾ ഒത്തിരിയേറെ ദൈവമക്കൾ നുറുങ്ങിയ ഹൃദയത്തോടെ വളരെ ഭാരത്തോടു കൂടി വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. സഹോദര, നാളുകളായി വർഷങ്ങളായി ഞങ്ങൾ ഭർത്താവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭാര്യയുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മക്കൾ അവർ യഥാർത്ഥത്തിൽ ഒരു അനുതാപത്തിലേക്കും വിശുദ്ധിയിലേക്കും കടന്നു വരുവാനായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സഹോദരന്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, സമൂഹത്തിന്റെ നവീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് മാനസാന്തരത്തിന്റെ അനുഭവങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിക്കാതെ പോകുന്നത്, ഞങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാതെ പോകുന്നത്? അനേകരെ വളരെ വേദനയോടുകൂടി പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പല ദൈവമക്കളും ഇപ്പോൾ ഹൃദയത്തിൽ ഇത് തന്നെ ചിന്തിക്കുന്നുണ്ട്. നാളുകളായി വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും എന്തുകൊണ്ട് മാനസാന്തരത്തിന് ഫലങ്ങൾ ഉണ്ടാകുന്നില്ല? എന്തുകൊണ്ട് ജീവിതങ്ങൾ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നില്ല? എന്തുകൊണ്ട് അനേകര് പാപത്തെ ഉപേക്ഷിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല? അനേകരുടെ ഉള്ളിലുള്ള ചോദ്യമാണിത്. എന്നാൽ ശ്രദ്ധിക്കുക ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് തിരുവചനത്തിലൂടെ ഈ രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുവാനായിട്ട് പോവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും, അവിടെ ഇസഹാക്കിന്റെ 2 മക്കൾ ഏസാവും യാക്കോബും. വചനം വെളിപ്പെടുത്തുന്നു, യാക്കോബ് തന്റെ അപ്പനായ ഇസഹാക്കിന്റെ അടുത്ത് ചെന്ന് താൻ ഏസാവാണെന്ന് പറഞ്ഞ് ഏസാവിന് ലഭിക്കേണ്ട അനുഗ്രഹത്തെ അവൻ കരസ്ഥമാക്കുകയാണ്. ഈ വിവരമറിഞ്ഞ ഇസഹാക്കിന്റെ മൂത്ത മകനായ ഏസാവ് തന്റെ അനുജനായ യാക്കോബിനെ അത്യധികമായി വെറുക്കുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 27-ാം അധ്യായം 41-ാം വചനത്തിലോട്ട് വരുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, പിതാവ് യാക്കോബിന് നൽകിയ അനുഗ്രഹം മൂലം ഏസാവ് യാക്കോബിനെ വെറുത്തു. അവൻ ആത്മഗതം ചെയ്തു. പിതാവിനെ പറ്റി വിലപിക്കാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അവനെ കൊല്ലും. സ്വന്തം സഹോദരനായ യാക്കോബിനെ താൻ കൊല്ലുമെന്ന് ഏസാവ് പറയുകയും അത്രമാത്രം
യാക്കോബിനുടെ ഹൃദയത്തിൽ വെറുപ്പും പകയും വിദ്വേഷം കൊണ്ട് ഏസാവ് നിറയുകയാണ്. ഏസാവിന്റെ ഈ അവസ്ഥ അവന്റെ അമ്മയായ റബ്ബേക്കയ്ക്ക് മനസ്സിലായി. റബ്ബേക്ക തന്റെ ഇളയ മകനായ യാക്കോബിനോട് പറയും, മോനെ യാക്കോബേ, നിന്റെ ജ്യേഷ്ഠൻ നിന്നെ കൊല്ലുവാനായി ഒരുങ്ങുന്നുണ്ട്. അതുകൊണ്ട് അവന്റെ ദേഷ്യം കുറയുന്നത് വരെ നീ ഈ ദേശം വിട്ട് പോകുവാനായി അമ്മ പ്രേരിപ്പിക്കുക. അമ്മയുടെ വാക്ക് കേട്ട് പൂർവ്വ യാക്കോബ് അവൻ ഹാരാനിലേക്ക് പോവുകയാണ്. പ്രിയമുള്ളവരെ, നാളുകൾ വർഷങ്ങൾ കഴിഞ്ഞു. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായത്തിലോട്ട് നമ്മൾ വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ പറ്റും, യാക്കോബ് കുറെ കൂടി ഒരു ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്നു. യാക്കോബിന്റെ പ്രാർത്ഥനയുടെ ശക്തി മനസ്സിലായി. പൂർവ്വ യാക്കോബ് തന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വളരെ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 32-ാം അധ്യായം 11-ാമത്തെ തിരുവചനം. നുറുങ്ങിയ ഹൃദയത്തോട് അവൻ പ്രാർത്ഥിക്കുകയാണ്. സങ്കീർത്തനം 51-ൽ നമുക്ക് കാണാൻ പറ്റും, നുറുങ്ങിയ ഹൃദയത്തെ കർത്താവ് നിരസിക്കുകയില്ല. ഹല്ലേലൂയ. ഇവിടെ നുറുങ്ങിയ ഹൃദയത്തോടെ യാക്കോബ് പ്രാർത്ഥിക്കുന്നു, എന്റെ ദൈവമേ, എന്റെ സഹോദരനായ ഏസാവിന്റെ കൈകളിൽ നിന്ന് എന്നെ രക്ഷിക്കണമെന്ന് ഞാൻ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹൃദയ തകർച്ചയോടെ പൂർവ്വ യാക്കോബ് തന്റെ ദൈവത്തെ വിളിച്ചു പ്രാർത്ഥിക്കും. ഏസാവിന്റെ കരങ്ങളിൽ നിന്ന് കർത്താവേ, എന്നെ രക്ഷിക്കണമേ, എന്നെ രക്ഷിക്കണമേ, ഏസാവിനെ യഥാർത്ഥ അനുതാപം നൽകണമേ, മാറ്റം നൽകണമേ, മാനസാന്തരം നൽകണമേ. ആ പ്രാർത്ഥനയുടെ ഉള്ളടക്കം അതായിരുന്നു. എന്നാൽ എന്ത് സംഭവിച്ചു? യാക്കോബിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിലെത്തി. ഞാൻ ആത്മാവിൽ ഒരു കാര്യം പറയുകയാണ്, ഹൃദയ നുറുക്കത്തോടെ ആരെല്ലാം ദൈവസന്നിധിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുവോ അവരുടെ പ്രാർത്ഥനകൾക്ക് നേരെ സ്വർഗം മറുപടി നൽകും. ഇവിടെ യാക്കോബിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകി. ഉൽപ്പത്തിയുടെ പുസ്തകം 33-ാം അധ്യായം എങ്ങനെ മറുപടി നൽകിയത് 1-ാം വചനത്തിൽ കാണുവാനായിട്ട് കഴിയും. യാക്കോബ് തല ഉയർത്തി നോക്കിയപ്പോൾ ഏസാവ് 400 പേരുടെ അകമ്പടിയോടെ നടന്നു വരുന്നതായി യാക്കോബ് കാണുകയാണ്. തന്റെ ജ്യേഷ്ഠ സഹോദരനായ ഏസാവ് 400 പേരുടെ അകമ്പടിയോടുകൂടി തന്റെ അരികിലേക്ക് നടന്നു വരുന്നതായി യാക്കോബ് കണ്ടപ്പോൾ അവൻ വളരെയധികം ഭയപ്പെട്ടു, അസ്വസ്ഥനായി. വീണ്ടും 3-ാം വചനത്തിൽ കാണുകയാണ്, അവൻ അവരുടെ മുൻപേ നടന്നു, തന്റെ സഹോദരന്റെ അടുത്തെത്തുവോളം അവനെ 7 തവണ നിലം മുട്ടേ താണു വണങ്ങി. എന്നാൽ 4-ാം വചനത്തിൽ പരിശുദ്ധാത്മ രേഖപ്പെടുത്തുന്നു, ഏസാവാകട്ടെ ഓടിച്ചെന്ന് യാക്കോബിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചു. അവര് ഇരുവരും പൊട്ടി പൊട്ടി കരഞ്ഞു. ഹല്ലേലൂയ. എത്രയോ കൃപ നിറഞ്ഞ വചനമാണിത്. യാക്കോബിനെ കൊല്ലുമെന്ന് പറഞ്ഞ് വിദ്വേഷത്തിലും വെറുപ്പിലും അത്തരത്തിലുള്ള വൈരാഗ്യത്തിൽ നടന്നിരുന്ന ഏസാവ്, എന്നാൽ യാക്കോബിന്റെ പ്രാർത്ഥന, ഹൃദയ നുറുക്കത്തോടുകൂടിയ പ്രാർത്ഥന, അത് ഏസാവിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. ദൈവമക്കളെ, പ്രാർത്ഥന ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് യാക്കോബിനെ ഏസാവ് കണ്ട മാത്രയിൽ അവന്റെ ഹൃദയത്തിൽ യാക്കോബിനോട് സ്നേഹം തോന്നുകയാണ്, കരുണ തോന്നുകയാണ്, ഒരു വലിയ അലിവ് തോന്നുകയാ. ഏസാവ് ഓടിച്ചെന്ന് തന്റെ പൊന്നു സഹോദരനായ യാക്കോബിനെ കെട്ടിപ്പിടിച്ച് തുരുതുര മുത്തം കൊടുത്ത് പൊട്ടി പൊട്ടി കരയുകയാണ്. എത്ര ഹൃദയസ്പർശിയായ ഒരു സംഭവമാണിത്. എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്? അതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. പൂർവ്വ യാക്കോബ് നുറുക്കത്തോടെ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന അവന്റെ സഹോദരനായ ഏസാവിന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. പ്രിയ സഹോദര സഹോദരി, വർഷങ്ങളായി ചിലപ്പോൾ ഞാനും നിങ്ങളും അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി, വിശുദ്ധീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാകാം. ഇതിൽ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തുപോയ ചില സഹോദരിമാരെ കർത്താവ് കാണുന്നുണ്ട്. വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും വിശുദ്ധീകരണമില്ലാതെ, അനുതാപമില്ലാതെ, മാനസാന്തരമില്ലാതെ ജീവിക്കുന്ന അനേകം ജീവിതങ്ങൾ, അതിനെയോർത്ത് ഭാരപ്പെടുന്ന അനേകര്. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചിട്ട് എന്താ കാര്യം? പ്രാർത്ഥിച്ചിട്ടും ഒരു മാനസാന്തര അനുഭവം ഉണ്ടാകുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വേദനിക്കുന്നവരെ, അവരോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ തിരുവചനത്തിലൂടെ ശക്തമായി മുന്നറിയിപ്പ് തരികയാണ്. വിശ്വാസത്തോടെ, ദുർഗീയ ഹൃദയത്തോടെ ഞാൻ നിങ്ങളും പ്രാർത്ഥിച്ചാൽ ഈ അത്ഭുതം സംഭവിച്ചിരിക്കും. ഇത് പഴയ നിയമത്തിൽ ഒരു കാര്യം മാത്രമല്ല. ന്യൂ ടെസ്റ്റ്മെന്റിലേക്ക് വാ. പുതിയ നിയമത്തിൽ എന്താണ് പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്?
അപ്പോസ്തല പ്രവർത്തനങ്ങൾ 7-ാം അധ്യായം 58-ാം തിരുവചനത്തിൽ ആദിമ സഭയിൽ ആദ്യത്തെ രക്തസാക്ഷിയായ എസ്തഫാനോസ്, അവനെ യഹൂദ ജനത കല്ലെറിഞ്ഞു കൊല്ലുകയാണ്. ഈ സമയത്ത് കല്ലെറിയുന്നവർ തങ്ങളുടെ വസ്ത്രങ്ങൾ സാവൂൾ എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കാൽ കീഴെ അവ ഊരിവെക്കുകയാണ്. എസ്തഫാനോസിന് കല്ലെറിയുന്നവരുടെ വസ്ത്രങ്ങൾ സൂക്ഷിച്ച സൂക്ഷിപ്പുകാരനായിരുന്നു സാവൂള്. എസ്തഫാനോസ് കല്ലെറിഞ്ഞ് ദാരുണമായ വിധത്തിൽ അവൻ മരിക്കുന്ന സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു എസ്തഫാനോസ് കാണുന്നത് സാവൂൾ എന്ന ചെറുപ്പക്കാരനെയാണ്. എസ്തഫാനോസിന്റെ അതികഠോരമായ വേദനകളും സഹനവും കഷ്ടതയുമെല്ലാം സാവൂളിന്റെ മാനസാന്തരത്തിനായി, സാവൂളിന്റെ വിശുദ്ധീകരണത്തിനായി അവൻ വേണമെങ്കിൽ കാഴ്ചവെച്ചിട്ടുണ്ടാകാം. ആദിമസഭ മുഴുവൻ സാവൂളിന്റെ മാനസാന്തരത്തിന് വേണ്ടി, അവന്റെ ജീവിതം രൂപാന്തരപ്പെടുവാൻ വേണ്ടി വിശ്വാസത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എന്താ ഉണ്ടായത് ദൈവമക്കളെ? 9-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ സാവൂൾ എന്ന ചെറുപ്പക്കാരന്റെ മാനസാന്തരമാണ്. എസ്തഫാനോസിന്റെയും ആദിമ സഭയിലെ വിശ്വാസികളുടെയും പ്രാർത്ഥനയുടെ ഫലമായി സ്വർഗത്തിലെ പിതാവ് സാവൂൾ എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലേക്ക് തന്റെ അത്ഭുതകരമായ ശക്തിയെ പകർന്ന് ആ ജീവിതത്തെ യേശു ക്രിസ്തുവിനായി രൂപാന്തരപ്പെടുത്തി. ഹല്ലേലൂയ! വിശ്വാസത്തോടുകൂടിയുള്ള പ്രാർത്ഥന, ഹൃദയ തകർച്ചയോടുകൂടിയുള്ള പ്രാർത്ഥന, നുറുങ്ങിയ ഹൃദയത്തോടുകൂടിയുള്ള പ്രാർത്ഥന ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും. ഒരിക്കലൊരു സംഭവം ഓർക്കുകയാണ്. അമേരിക്കയിൽ അവിടുത്തെ സുപ്രീം കോടതി ജഡ്ജായിരുന്ന ഗ്ലാഡ്സൺ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന് വലിയൊരു പ്രത്യേകത, തികഞ്ഞ നിരീശ്വരവാദിയായിരുന്നു. ദൈവത്തെ നിഷേധിക്കുന്ന, ദൈവത്തിന്റെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിരീശ്വരവാദിയായ വ്യക്തിയായിരുന്നു ഗ്ലാഡ്സൺ. എന്നാൽ ഒരു ദിവസം ഒരു വലിയ അപകടത്തിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ ഇരു കാലുകളും മാരകമായി മുറിവേൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ അദ്ദേഹത്തെ ആശുപത്രിയിലോട്ടാക്കി. ഇദ്ദേഹത്തിന് നേഴ്സിംഗ് ചെയ്യുവാനായി പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടത് നമ്മുടെ കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് പോയ ഒരു മലയാളി നേഴ്സാണ്, മലയാളി സഹോദരി. തികച്ച ദൈവഭയവും ദൈവസ്നേഹവുമുള്ള ഒരു നേഴ്സാണ് അദ്ദേഹത്തിന് നേഴ്സിംഗിനായി നിയോഗിക്കപ്പെട്ടത്. ആ ആശുപത്രിയുടെ മുറിയിൽ അവിടെ അതിന്റെ ഭിത്തിയിൽ ക്രൂശിതനായ ക്രിസ്തുവിന്റെ ഒരു രൂപമുണ്ടായിരുന്നു. ഈ മലയാളി സഹോദരിയായ നേഴ്സ് ഈ ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പിപ്പിടിച്ച് താൻ ആരെയാണ് പരിചരിക്കാൻ പോകുന്നത് ആ വ്യക്തിക്ക് വേണ്ടി, ഗ്ലാഡ്സന് വേണ്ടി നുറുങ്ങിയ ഹൃദയത്തോടു കൂടി പ്രാർത്ഥിച്ചു. ഈ സഹോദരി ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നത് എത്തിസ്റ്റായ നിരീശ്വരവാദിയായ ഗ്ലാഡ്സൺ ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം ആ നേഴ്സിനോട് പറഞ്ഞു, നീ ഇങ്ങനെ പ്രാർത്ഥിക്കരുത്, എന്റെ മുറിയിൽ വന്ന് മുട്ടുകുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല, ദൈവത്തെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഉടനെ ഈ മലയാളി സഹോദരി നേഴ്സ് വളരെ സ്നേഹത്തോടു കൂടി ആ സുപ്രീം കോടതി ജഡ്ജിനോട് പറഞ്ഞു, ഞാൻ അങ്ങയെ ദൈവത്തിൽ വിശ്വസിക്കാനോ യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുവാനോ ഞാൻ അങ്ങയോട് പറഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവത്തോടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അമേരിക്കയുടെ ഏതെങ്കിലും ഭരണഘടനയിലോ അമേരിക്കയുടെ ഏതെങ്കിലും നിയമത്തിലോ താൻ വിശ്വസിക്കുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കരുതെന്ന് ഇന്ന് എഴുതി വെച്ചിട്ടുണ്ടോ? ആ സഹോദരി ചോദിച്ചു. അദ്ദേഹത്തിന് മറുപടി ഉണ്ടായില്ല. അദ്ദേഹം നിശബ്ദനായി. ഇവളെല്ലാ ദിവസവും അദ്ദേഹത്തെ പരിചരിക്കുവാൻ ഈ മുറിയിലോട്ട് വരുമ്പോൾ ആ ക്രൂശിത രൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി അദ്ദേഹത്തിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവേ, ഇത്രയും വലിയ ഉന്നത ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ഗ്ലാഡ്സൺ, ഈ സഹോദരനെ, ഈ മനുഷ്യനെ കർത്താവേ അങ്ങ് രൂപാന്തരപ്പെടുത്തണം, വിശുദ്ധീകരിക്കണമേ. അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നാളുകൾ കഴിഞ്ഞു. 4-5 മാസം നഴ്സിംഗ് വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞ ആ കേസ് 1 മാസം കൊണ്ട് അത്ഭുതകരമായ കർത്താവ് ഇടപെട്ട് അദ്ദേഹത്തെ സൗഖ്യമാക്കുകയാണ്. ഈ സഹോദരിയുടെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നിരീശ്വരവാദിയായിരുന്ന ഗ്ലാഡ്സന്റെ ജീവിതത്തിന് മേൽ ദൈവത്തിന്റെ അത്ഭുതകരമായ കരം കടന്നു വന്നു. സാവൂളിനെ പൗലോസാക്കി മാറ്റിയ അതേ രൂപാന്തരീകരണത്തിന്റെ ശക്തി, അതേ മാനസാന്തരത്തിന്റെ അഭിഷേകം ആ വ്യക്തിയിലേക്കും അധികമായി ഒഴുകപ്പെടാൻ തുടങ്ങി. അദ്ദേഹം ചികിത്സയൊക്കെ കഴിഞ്ഞ് ആശുപത്രി ഡിസ്ചാർജ് ആവുകയാണ്. അമേരിക്കയിൽ ഒരുപാട് പത്രപ്രവർത്തകര് ഇദ്ദേഹത്തിന് കൂടെ വന്നുകൂടി. അദ്ദേഹം അവരുടെ ഇടയിലൂടെ നടന്ന് ആശുപത്രിയിലുള്ള ചാപ്പലിലോട്ട് കയറുകയാണ്. ഈ ചാപ്പലിലൂടെ അവിടെയുള്ള കൊച്ചു ദേവാലയത്തിലോട്ട് അദ്ദേഹം കയറുന്ന സമയത്ത് പത്രപ്രവർത്തകർക്ക് അത്ഭുതമായി
അവര് ചിന്തിച്ചു, അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങൊരു എത്തിസ്റ്റല്ലേ, അങ്ങൊരു നിരീശ്വരവാദിയല്ലേ? ദൈവം ഇല്ല എന്ന് പറഞ്ഞ് അങ്ങ് എന്തോരമാണ് പ്രസംഗിച്ചിരിക്കുന്നത്, എത്രമാത്രം ബുക്സുകളാണ് എഴുതിയിരിക്കുന്നത്. ഒരു എത്തിസ്റ്റായ നിരീശ്വരവാദിയായ അങ്ങ് എന്തിനാണ് ഈ ദേവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോകുന്നത്? ഉടനെ ഗ്ലാഡ്സൺ തന്റെ മുൻപിൽ നിന്ന പത്രപ്രവർത്തകരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അമേരിക്കയുടെ സുപ്രീം കോടതി ജഡ്ജായ ആ മനുഷ്യൻ അവരോട് പറഞ്ഞു, ശരിയാ, നിങ്ങൾ അറിയുന്ന, നിങ്ങൾ കാണുന്ന ആ ഗ്ലാഡ്സൺ മരിച്ചുപോയി. ഇതൊരു പുതിയ ഗ്ലാഡ്സനാ. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. കാരണം യേശു ക്രിസ്തു ആരാണെന്ന് എന്നെ ഈ ഒരു മാസക്കാലം ശുശ്രൂഷിച്ച ആ മലയാളി നേഴ്സിലൂടെ, ആ കൊച്ചു പെൺകുട്ടിയിലൂടെ ഞാൻ കണ്ടുമുട്ടി. ഞാൻ അവന്റെ സ്നേഹം മനസ്സിലാക്കി, ഞാൻ അവന്റെ സാന്നിധ്യം മനസ്സിലാക്കി, അതെന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. പ്രിയ സഹോദര, പ്രിയ സഹോദരി, എന്റെയും നിന്റെയും പ്രാർത്ഥനകൾക്ക് വലിയ അർത്ഥമുണ്ടെന്ന് മനസ്സിലാക്കിക്കോ, ശക്തിയുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കേ. ദൈവവചനത്തിലുള്ള പരിശുദ്ധാത്മാവ് ശക്തമായി വിളിച്ചു പറയുകയാണ്, പ്രാർത്ഥന ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നൽകിയ ഈ വചനത്തിന്റെ അഭിഷേകം നിങ്ങൾ ഏറ്റെടുക്കുക. മടുപ്പ് കൂടാതെ, നിരാശപ്പെടാതെ, അസ്വസ്ഥമാകാതെ ദൈവത്തിന്റെ ഈ മാറ്റമില്ലാത്ത വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ, അപ്രകാരം ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ നമ്മൾ ഒരുക്കമുള്ളവരാണെങ്കിൽ, ഈ മാനസാന്തരത്തിന്റെ അനുഭവം നമ്മുടെ കുടുംബാംഗങ്ങളിൽ വെളിപ്പെടുന്നത് എനിക്കും നിങ്ങൾക്കും നേരിട്ട് കാണുവാനും അനുഭവിക്കാനും കഴിയും. വിശ്വസിക്കുന്ന ഒരിക്കൽ കൂടെ ഹല്ലേലൂയ പറയട്ടെ. ഹല്ലേലൂയ. കർത്താവ് പകർന്ന ഈ അഭിഷേകത്തെ ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥിക്കേ. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ, ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേ. എല്ലാ തലങ്ങളിലും രൂപാന്തരീകരണം ഉണ്ടാകട്ടെ, ഒരു വിശുദ്ധീകരണം ഉണ്ടാകട്ടെ. അതിനായി ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവാണെന്നും നീ ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ. പരമപരിശുദ്ധനായ ദൈവം ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ കടന്നു വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറെ ഒരുക്കമുള്ള ഹൃദയത്തോടെ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ നമുക്കായിരിക്കാം. നമ്മുടെ ജീവിതത്തിന്റെ സകല ഭാരങ്ങളെയും ദുഃഖങ്ങളെയും കർത്താവായ യേശുവിന് ഈ സമയം സമർപ്പിക്കുക. തന്റെ അഭിഷേകത്തിന്റെ കരങ്ങൾ നീട്ടി നമ്മുടെ ജീവിതങ്ങളെ തൊട്ട് അനുഗ്രഹിക്കുവാനായി നമ്മുടെ മധ്യേ കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും യാതൊരു വിധത്തിലുള്ള മാനസാന്തരത്തിന് അനുഭവമില്ലല്ലോ. മക്കളെ ഓർത്ത്, ജീവിത പങ്കാളിയെ ഓർത്ത്, സഹോദരന്മാരെ ഓർത്ത്, സഹോദരിമാരെ ഓർത്ത്, മാതാപിതാക്കളെ ഓർത്ത് വർഷങ്ങളായി പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ലല്ലോ. അവരുടെ ജീവിതങ്ങളിൽ ദൈവിക ഇടപെടൽ ഉണ്ടാകുന്നില്ലല്ലോ, ഒരു മാനസാന്തരത്തിന് അനുഭവം ഉണ്ടാകുന്നില്ലല്ലോ എന്നോർത്ത് വേദനിക്കുന്ന ഒരുപാട് ദൈവമക്കളെ ഈ ആരാധന ശുശ്രൂഷയിൽ സ്വർഗത്തിലെ ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ വേദനകളും ഭാരങ്ങളും കർത്താവിന്റെ തിരുസന്നിധിയിലേക്ക് ഉയർത്തി ഇരുകരങ്ങളും ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടാത്ത വിഷയങ്ങളിൽ, നാളിതുവരെ പ്രാർത്ഥിച്ചിട്ടും മാനസാന്തരത്തിന്റെ അനുഭവങ്ങളില്ലാതെ വേദനിക്കുന്ന ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ കൃപ കവിഞ്ഞൊഴുകപ്പെടുവാൻ ആഗ്രഹിച്ചിട്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, കരം നീട്ടണമേ. ഇത് അനേകം ജീവിതങ്ങളിലേക്ക് കർത്താവിന്റെ അത്ഭുതകരമായ ശക്തി ഒഴുകപ്പെടുകയാ. സ്വീകരിച്ചു പ്രാർത്ഥിക്കുക. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക. മാനസാന്തരത്തിന്റെ അനുതാപത്തിന്റെ വലിയ കൃപ നൽകി അനേകരെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഈശോ നൽകുന്ന അഭിഷേകത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കർത്താവേ, മാനസാന്തരം അനുഭവമില്ലാത്ത ജീവിതങ്ങളിലേക്ക്
മാനസാന്തരത്തിന്റെ അനുതാപത്തിന്റെ കൃപയായി കർത്താവേ കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാപക്കെട്ടുകളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, പാപശക്തികളെ കർത്താവേ പകർത്തു കളയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ആത്മീയമായ മനസ്സുള്ളവർക്ക് സമാധാനം ലഭിക്കുന്നു. നമ്മുടെ ദൈവം സമാധാനത്തിന്റെ ദൈവമാണ്.